ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നെയും ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ പോരാ, അല്ലാഹു ജല്ല ജലാലുഹു നേർക്ക് നേരെയുള്ള ജീവിതം എന്താണെന്ന് ധാരാളം ഖുർആനിലെ ആയത്തുകളിലൂടെ ധാരാളം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഹിദായത്തിന്റെ വെളിച്ചത്തിലായി ജീവിക്കാനുള്ള തൗഫീഖാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എല്ലാ വിഷയത്തിലും വേണം അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന ശരിയായ മാർഗം സ്വീകരിക്കണമെന്ന ചിന്ത. ഒന്നോ രണ്ടോ രംഗത്ത് പോരാ. ഓ മോനെ, എത്ര സ്ഥലത്താണ് ഖുർആൻ നമ്മെ വിവരിച്ചു തന്നത്. ഞാൻ കുറച്ച് മാത്രം ഉദാഹരണത്തിന് വേണ്ടി ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് പറയട്ടെ. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അതാണ് രുജുവായ മാർഗം, ശരിയായ മാർഗം. ഇത് പടച്ച റബ്ബ് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറയാൻ കാരണം ഇമാം റാസി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു, അല്ലാഹു തആലയല്ലേ സർവ്വ അനുഗ്രഹവും ചെയ്തു തന്നത്. ബാപ്പയെ തന്നതും ഉമ്മയെ തന്നതും ഭാര്യയെ തന്നതും മക്കളെ തന്നതും സ്നേഹിതന്മാരെ തന്നതും സഹോദരന്മാരെ തന്നതും സഹോദരിമാരെ തന്നതും എല്ലാം അല്ലാഹയല്ലേ. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള കടപ്പാടല്ലേ മനുഷ്യൻ ഏറ്റവും നന്നായി വിട്ടേണ്ടത്. അത് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നേരെയുള്ള മാർഗത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം കേട്ടോ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഈ സാധുവായ എന്റെ സദസ്സിൽ വന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, കുട്ടികളെ, പടച്ച റബ്ബിന്റെ നിർദ്ദേശം നിങ്ങൾ കേട്ടോ. മാതാപിതാക്കളിൽ രണ്ടുപേർക്കുമോ അല്ലെങ്കിൽ ഒരാൾക്കോ ആർക്ക് പ്രായം ചെന്നാലും അവരാരോഗ്യം തകരുന്ന സമയത്ത്, അവർ ദുർബലരാകുന്ന സമയത്ത്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരൊറ്റ വാചകം പറഞ്ഞു പോകല്ലേ മോനെ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ ഉഫ്ഫിൻ എന്ന് പറയരുത്. പഴയ കാലത്ത് ചേ എന്ന് പറയരുത്, ഇതൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്തർത്ഥം പറഞ്ഞാലും ശരി, അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചു പോകാൻ പാടില്ല. എന്ത് ഗൗരവമുള്ള വാചകമാണിത്. നീ അവരോട് തെറ്റ് ചെയ്യരുതെന്നല്ലല്ലോ പറഞ്ഞത്, അവരോട് മിണ്ടാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്, ബാപ്പ വിളിച്ചാ പോകാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത് കേട്ടോ. فلا تقل لهما أف ولا تنهرهما, അവരെ നീ വിരട്ടരുത് കേട്ടോ. വയസ്സായ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ചെറുപ്പത്തിൽ നിന്നെ പഠിപ്പിച്ചത് ഓരോ വാചകവും ഉമ്മയാ. കാറ് പോകുമ്പോ നീ ചോദിച്ചു എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും ചോദിച്ചു എന്നാ ഉമ്മ? കാറാമനെ. 100 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ച ആ കാറ് എന്നുള്ള പേര്, കണ്ണ് എന്നുള്ള പേര്. ഇതെന്നാ? കണ്ണ് കണ്ണ് കണ്ണ്. എത്ര പ്രാവശ്യം പറഞ്ഞാ പഠിച്ചത്? ഓരോന്നും ഉമ്മ പഠിപ്പിച്ചതാ. ആ ഉമ്മ പ്രായമായിട്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു കാർ അതിലേ അങ്ങ് പോയി. എന്നാ മോനെ? എന്നാ മോനെ? അത് കാറ്. ഉമ്മാക്ക് ശരിക്കും കേൾവിയില്ല. പിന്നെയും ചോദിച്ചുമ്പോ എന്നാ മോനെ? അത് കാറ്. എന്നിട്ടും കേട്ടില്ല. പിന്നെ എന്നാ മോനെ? നിങ്ങൾ എന്തിനാ അതെല്ലാം നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. നിങ്ങൾ എന്തിനാ നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. ഇവന് ദേഷ്യം പിടിച്ചു പോയി. മൂന്നാമത്തേന് ദേഷ്യം പിടിച്ചു പോയി. മുമ്പ് 101 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചതാ ഇവനെ ഈ ഉമ്മ. ആ നന്ദിയില്ലാതെയായി പോയി അല്ലേ? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സംഭവങ്ങൾ പറയുന്നില്ല. 100 സംഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ പറയാനുണ്ട്. ഉമ്മ വീട്ടിൽ വന്നിട്ട്, ഉമ്മാമ വീട്ടിൽ വന്നിട്ട്, ഉമ്മയും ഉമ്മാമയും ബാപ്പന്റെ ഉമ്മയും ബാപ്പന്റെ ഉമ്മന്റെ ഉമ്മയും, എവിടം വരെ ഉമ്മമാരുണ്ടോ മുഴുവനും ഉമ്മമാര് തന്നെ. ഒരു പ്രസവിച്ചവര് മാത്രമല്ല ഉമ്മ, എല്ലാം ഉമ്മമാര് തന്നെ. ആ ഉമ്മമാരുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി വരെ പോകാൻ പാടുണ്ടോ? ദുബായി പോകൽ പിന്നെയല്ലേ, ഖത്തറിൽ പോകൽ പിന്നെയല്ലേ, സൗദി പോകൽ പിന്നെയല്ലേ? ഹജ്ജിന് പോകണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം വേണ്ടേ? ഹജ്ജിന് പോകണമെങ്കിൽ ബാപ്പന്റെ സമ്മതം വേണ്ടേ? സഹോദരന്മാരെ,
സുന്നത്തായ ഹജ്ജാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഉമ്മയും ബാപ്പയും ആരാണെന്ന് ആദരിച്ചത്? പരിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലാണ് ഉമ്മയുടെയും ബാപ്പയുടെയും വിഷയം പറയുന്നത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാനമായ സംസാരം സംസാരിച്ചോളൂ. ചിലപ്പോൾ രാത്രി ഉള്ള എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു വന്നിട്ടുണ്ടാവും ഉമ്മാനെ പറ്റി. നാദാവൊരു ഭാഗത്തൊന്നും പിന്നെ അങ്ങനത്തെ ഭാര്യമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉമ്മാനെ പറ്റി എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു വന്നിട്ടുണ്ടാവും രാത്രി തലേണി മന്ത്രത്തിൽ. അത് മുഴുവനും ഉമ്മാനോട് പ്രകടിപ്പിക്കുന്നവനായി പോകല്ല. അതേ സമയത്ത് ഉമ്മമാരോട് വേറെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ മെഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. മകന്റെ ഭാര്യക്ക് എന്തുണ്ട് കുറ്റം എന്ന് നോക്കി നടന്നിട്ട് അത് മകന്റെ മനസ്സിലേക്ക് കത്തയച്ചിട്ടും ടെലിഫോൺ ചെയ്തിട്ടും എപ്പോ നോക്കിയാലും വിളിച്ചോ ഭാര്യന്റെ കുറ്റം മാത്രമേ ഉമ്മ പറയുള്ളൂ. അങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. അങ്ങനത്തെ ഉമ്മാരും നാദാവൊരു ഭാഗത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരിമാരെ, നമ്മൾ മറ്റുള്ളവരെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ബാപ്പന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഉമ്മാന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? ഗീബത്തല്ലേ നീ പറഞ്ഞത് മുഴുവനും? എന്തിനു നീ ഗീബത്ത് പറയാൻ പോകണം? എന്തിനു മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ പോകണം? അപ്പൊ ഉമ്മാരത് വേറെ ശ്രദ്ധിക്കണം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിറാജുൽ ഹുദയിൽ പലരും പല കത്ത് അയക്കും. ഒരു ദിവസം ഒരു ചങ്ങാതി കത്തയച്ചു, എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരക്കണമെന്ന്. എന്റെ കത്ത് ഹക്കുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ ഖുർആന് മുമ്പിൽ വെച്ച് കളവ് പറയുള്ളൂ. ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നൊരു ചെറുപ്പക്കാരൻ കത്തയച്ചു. വലിയ മോശമായി പോയി അവൻ എഴുതിയത്. പക്ഷേ അവന്റെ കത്ത് വായിച്ചാൽ ഉമ്മ എല്ലാത്തൊരു പെണ്ണാണെങ്കിൽ മരിക്കണമെന്ന് നമുക്കും തോന്നിപ്പോവും. അത്ര അക്രമം ചെയ്യുന്നൊരു ഉമ്മ. അങ്ങനെ ഉമ്മാരും ആയിപ്പോരുത്. ഞാനതിലേക്കൊന്നും ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല മക്കളെ. വളരെ നന്നായി ആദരിച്ചോളണം. ഖുർആൻ പറയുന്നു, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരെയുള്ള വഴിയാണ്. അതെല്ലാ രംഗത്തും നേരെയുള്ള വഴിയാകണം. ബാപ്പയോടും ഉമ്മയോടുമുള്ള ബഹുമാനം അത് വളരെ ഗൗരവമുള്ളതാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറക് താഴ്മയോടെ നീ അവർക്ക് വിരിച്ചു കൊടുക്കണേ. ഉമ്മയോട് എപ്പോഴും പറയണം, മോനെ, ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. എനിക്കല്ല ആരോഗ്യവുമായി സ്വന്തമെങ്കിൽ ഉമ്മ വിഷമിക്കൂല, ഉമ്മാക്ക് പ്രയാസം വരൂല. ഓരോ മക്കളും പറഞ്ഞോളണം അത്, ഓരോ പെൺകുട്ടികളും പറഞ്ഞോളണം അത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നാള് നോക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഒരു ചങ്ങാതി വന്ന് പറയാണ്, എന്താ പറയുന്നത്, ഉമ്മ വേറെ പൊരക്കാളുള്ളത്. ഞാൻ പിന്നൊട്ട് ഉമ്മാനോടേക്ക് വരുവാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചാ എന്താ? ഉമ്മയുള്ള സ്വത്ത് തീർത്തു അവനാ കൊടുത്ത, ഞാനെന്തിനാ വിളിക്കുന്നു? സുബ്ഹാനല്ലാഹ്, ഇവൻ ഉമ്മനെ ബഹുമാനിക്കുന്നവനാണോ? ഇവൻ നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ? നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ ഇവൻ? എടോ മനുഷ്യ, 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പ മരിച്ചു പോകുന്നില്ലേ? 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പയും ഉമ്മയും ഇല്ലേ? അവരെ മക്കൾ അവരെ ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നില്ലേ? പണത്തിന് വേണ്ടിയാണോ ബാപ്പനെ നോക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ ഉമ്മനെ നോക്കുന്നത്? അതേ സമയത്ത് ബാപ്പാരുമാരും ചിന്തിക്കണം, മക്കളോട് നീ അനീതി കാണിക്കുന്നത് ശരിയല്ല. മക്കളോട് അനീതി കാണിക്കരുത്. എല്ലാ മക്കളെയും തുല്യമായി തന്നെ കാണണം. ഒരു മകനോട് അനീതി കാണിക്കുന്നത് ശരിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തും മിതമായ നിലവാരമാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് മക്കളോട് ബാപ്പമാര് അതേ അനീതി കാണിക്കരുത്. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുകയും ഒരാൾക്ക് കുറച്ചാക്കുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് ആ രൂപത്തിൽ സ്വന്തം ബാപ്പ കൊടുത്തപ്പോൾ, മറ്റു മക്കൾക്ക് കൊടുക്കാതെ കൊടുത്തപ്പോൾ തിരിച്ചു വാങ്ങാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എല്ലാ മക്കളോടും നീതി കാണിക്കണ്ടേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളോട് പറയുന്നു, മക്കളെ, ബാപ്പ ഒരാൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പ്രതിഷേധം കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല കേട്ടോ. ബാപ്പയുടെ അധികാരം വേറെ തന്നെ. അതേ സമയത്ത് ബാപ്പയുടെ അധികാരം പോലുള്ള അധികാരം മക്കൾക്ക് അങ്ങോട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞില്ലേ ഒരാൾ? അദ്ദേഹം പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് കംപ്ലൈന്റ് പറയുന്നു, ഓ നബിയേ, എന്റെ ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു. ബാപ്പന്റെ തന്നിട്ടില്ല എന്നല്ല കംപ്ലൈന്റ്, ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബാപ്പയെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നബിയേ, വടിയും കുത്തി വന്നിട്ട് ആ പ്രായമുള്ള ബാപ്പ പറയുകയാണ്, യാ റസൂലല്ലാഹ്, കാന ദഈഫൻ വ അന ഖവിയ്യുൻ. എനിക്ക് ആരോഗ്യവും ശക്തിയുമുള്ള സമയത്ത് ഇവൻ ദുർബലനായിരുന്നു, ഇവൻ കുട്ടിയായിരുന്നു. അതേ, വഫഖീറൻ വ അന ഗനിയ്യുൻ. എനിക്ക് ഐശ്വര്യമുള്ള സമയത്ത് ഇവൻ ദരിദ്രനായിരുന്നു, എന്റെ മകന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ലല്ലോ. ഫകുന്തു ലാ അംനഹു ശൈഅൻ മിൻ മാലി. അന്ന് എന്റെ സ്വത്ത് മുഴുവനും അവന് വേണ്ടിയല്ലേ ഞാൻ ചെലവഴിച്ചത്, അവന് വേണ്ടിയല്ലേ ഞാൻ കൊടുത്തത്, അവനല്ലേ ഞാൻ അനുവദിച്ചത്, ഞാൻ അധ്വാനിച്ചത് തന്നെ എന്റെ ഈ മകന് വേണ്ടിയല്ലേ. എന്നാൽ വല്യൗമ, ഈ ദിവസം വഅന ദഈഫുൻ, എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവനാണ്, കച്ചവടത്തിന് പോകാൻ കഴിയാത്ത ദുർബലനാണ്. വഹുവ ഖവിയ്യുൻ, അവൻ അതാ ശരീരത്തിന് ആരോഗ്യമുള്ളവനാണ്. വഫഖീറുൻ, ഞാനിപ്പോൾ ദരിദ്രനാണ്. വഹുവ ഗനിയ്യുൻ, അവൻ പൈസ ഉള്ളവനാണ്. വയബ്ഖലു അലയ്യ ബിമാലിഹി, എന്നിട്ട് അവന്റെ സ്വത്ത് ഞാൻ എടുക്കുമ്പോൾ അവന്റെ മുഖം കറക്കുകയാണ്, ഞാൻ അനുഭവിക്കുമ്പോൾ അവന് വെറുപ്പ് പിടിക്കുകയാണ്, അവൻ ബഖീലാവുകയാണ്. ഈ പ്രായം ചെന്ന ബാപ്പയുടെ ഈ അവതരണം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഹജരിൻ വലാ മദരിൻ യസ്മഉ ഹാദാ ഇല്ലാ ബകാ. ഏതൊരു കല്ലും മണ്ണും ഇത് കേട്ടാൽ കരയാതിരിക്കില്ല. ബാപ്പ പറഞ്ഞത് എന്തൊരു സത്യമാണ്. ഉടനെ തന്നെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അന്തവമാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. അന്തവമാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. നിന്റെ സ്വത്ത് ബാപ്പ എടുത്താൽ നീ അത് നോക്കി നിൽക്കുകയല്ലാതെ നീ ബാപ്പയ്ക്കെതിരെ മുണ്ടിപ്പോകരുത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരന്മാരെ, ബാപ്പയും ഉമ്മയും എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയാണെന്നൊരിക്കലും തന്നെ എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കി പോകരുത്. ഖുർആൻ അതാണ് സിറാത്തുൽ മുസ്തഖീം വിവരിക്കുമ്പോ വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യമല്ലേ. കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു ചരിത്രം? എന്താണ് സുബ്ഹാനല്ലാഹ്, ഉമ്മ ചെറുതാണോ ഉമ്മയുടെ കാര്യം? ഒരു വലിയ മഹാനായ ഒരു ശൈഖ്, ആ ശൈഖ് ഹജ്ജിന് വേണ്ടി പോകണമെന്ന് ചിന്തിച്ചു. അതാ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകണമെന്ന് ചിന്തിച്ചു. ഹജ്ജിന് വേണ്ടി എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല, മക്ക കരുതി ഉദ്ദേശിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തവാഫിന് വേണ്ടി മക്കയിലേക്ക് യാത്ര പോകുമ്പോ ഉമ്മയോട് സമ്മതം ചോദിച്ചു. പക്ഷെ ഉമ്മ സമ്മതം കൊടുത്തില്ല. അതേ, ഉമ്മന്റെ സമ്മതമില്ലാതെ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഉമ്മ പിന്നാലെ ഇറങ്ങി, ഈ മകന്റെ പിന്നാലെ ഉമ്മ ഇറങ്ങി. എന്നിട്ട് പടച്ചവനോട് ഒരൊറ്റ ദുആയാണ്, യാ റബ്ബി ഇന്ന ബനി അഹറഖനി ബിനാരിൽ ഫുർഖതി സല്ലിത് അലൈഹി ഖാബാ. അല്ലാഹുവേ, റബ്ബേ, എന്റെ മകൾ എന്നെ വേർവിട്ടു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇപ്പോഴിതാ എന്നെ വേർവിട്ട് എന്റെ മനസ്സിനെ കരിച്ചുകൊണ്ട്, എന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എന്റെ മകനിതാ മക്കയിലേക്ക് തവാഫിന് പോകുന്നു. അവന് വേണ്ട ശിക്ഷ നീ കൊടുക്കണം അല്ലാഹ്. ഉമ്മയെന്ന് പ്രാർത്ഥിച്ചു പോയി. സഹോദരന്മാരെ, ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം പുറപ്പെട്ട് യാത്ര പോകുന്നതിനിടയിൽ ഒരു പട്ടണത്തിൽ യാത്രക്കിടയിലെത്തി. അവിടെ ഒരു പള്ളി കണ്ടപ്പോൾ പള്ളിയിൽ രാത്രി സമയത്ത് ഇബാദത്തെടുക്കാമെന്ന് കരുതി ഈ മഹാനായ ശൈഖ് അവിടേക്ക് കയറി. ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ കയറി. പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിൽ അപ്പോഴതാ ഒരു ഒച്ചപ്പാട്. എന്താണ്? ആ വീട്ടിൽ കള്ളം കയറിയിരിക്കുകയാണ്. കള്ളം കയറിയപ്പോൾ പുരക്കാരൻ അറിഞ്ഞുപോയി. അറിഞ്ഞതിന്റെ പേരിൽ വീട്ടുകാരൻ ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കള്ളൻ ഓടിക്കളഞ്ഞു. പള്ളിയുടെ ഭാഗത്തേക്കാണ് ഓടിയത്. അവർ കുറെ പരതി നോക്കി, എവിടെയും കള്ളനെ കാണുന്നില്ല. അങ്ങനെ ഒരു പള്ളിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോ ഒരാളെ പള്ളിയിൽ കണ്ടു. അയാൾ നിസ്കരിക്കുകയാണ്. അത് ശരി, ഓടി വന്ന് കൈകെട്ടിയതാണല്ലേ. ഓടി വന്നിട്ട്
കൈകെട്ടിയതാണല്ലേ എന്ന് പറഞ്ഞ് ഈ ശൈഖിനെ അവര് പിടികൂടി രാജ്യത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി. ഭരണാധികാരിയോ അതാ ഈ മനുഷ്യന്റെ 2 കൈയും 2 കാലും മുറിക്കാനും കണ്ണ് ചൂഴ്ന്നെടുക്കാനും വിധിച്ചു. 2 കൈയും വെട്ടിപ്പോയി, 2 കാലും വെട്ടിപ്പോയി, കണ്ണ് 2ഉം ചൂഴ്ന്നുപോയി. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഈ ജനങ്ങള് ഇങ്ങനെ ആളുകൾക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? ഹാദാ ജസാഉസ് സാരിഖീൻ. രാജാവിന്റെ കൊട്ടാരത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ബന്ധത്തിൽപ്പെട്ട ആളുകളെ കക്കാൻ ചൊല്ലുന്നവരെ രാജാക്കന്മാരെ വെറുതെ വിടുമോ? ഓ ജനങ്ങളെ, ഹാദാ ജസാഉസ് സാരിഖീൻ, കള്ളന് കൊടുക്കുന്ന പ്രതിഫലമാണിതെന്ന് അതാ ജനങ്ങളെ മുന്നിലൂടെ ഈ ശൈഖിനെ നടത്തിക്കൊണ്ടുപോയി വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ജനങ്ങളോട് പറയുന്നു, ലാ തഖൂലൂ ദാലിക, നിങ്ങൾ അങ്ങനെ പറയല്ല മക്കളെ, ബൽ മറിച്ച് ഖൂലൂ, നിങ്ങൾ പറയൂ, ഹാദാ ജസാഉ മൻ ഖസദ തവാഫ മക്കത ബിലാ ഇദ്നി ഉമ്മിഹി, ഉമ്മാന്റെ സമ്മതം കൂടാതെ മക്കയിൽ തവാഫിന് പോകുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയാണിതെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. കള്ളന്റെ ശിക്ഷയെന്ന് നിങ്ങൾ പറയല്ല, ഉമ്മാന്റെ സമ്മതമില്ലാതെ തവാഫിന് പോകുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഇവരിങ്ങനെ ഇയാളിങ്ങനെ പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം കരയുകയാണ്. ആ ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, സംഭവം ഇങ്ങനെയാണ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നേരാക്കൂലല്ലോ, എന്നെ കള്ളനാക്കിയതല്ലേ. സംഭവം ഇതാണ്, എന്റെ ഉമ്മ സമ്മതം തരാതെ ഞാൻ കഅബയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഉമ്മാക്കത് മനസ്സിന് വിഷമമുണ്ടായി, ഉമ്മ പ്രാർത്ഥിച്ചുപോയി. അവരങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്നു. ഉമ്മ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ മണ്ഡപത്തിന്റെ ഗേറ്റിങ്ങിൽ അവര് ആ കുട്ടിയെ അവിടെ വെച്ചു, ആ മകനെ വെച്ചു. ആ മകൻ അവിടെ വെച്ചതിന് ശേഷം അതാ കേൾക്കുന്നു ഉമ്മയുടെ ശബ്ദം വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ഉമ്മ ഇങ്ങനെ ദ്വാരക്കാണ്. എന്താ ദ്വാ? യാ റബ്ബി നിബ്തലൈത ബിനി ബിബലാഇൻ അഇദു ഇലൈഹ ഹത്താ അറാ. എന്റെ മകൻ എന്നെയും വിട്ടുപിരിഞ്ഞ് സമ്മതമില്ലാതെ പോയ മകൻ, ആ മകന് നീ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു കൊണ്ടുവാ അല്ലാ, എനിക്കൊന്നവനെ കാണാമല്ലോ എന്ന് ഉമ്മ ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഈ ശൈഖ് പുറത്തു വന്ന് ഗേറ്റിങ്കിൽ നിൽക്കുന്നത്. ഗേറ്റിങ്കിൽ നിന്ന് ശൈഖ് ഉറക്കെ വിളിച്ചു പറയുന്നു, അന മുസാഫിറുൻ ജാഇഉൻ ഫഅത്ഇമീനി, ഞാൻ വിശക്കുന്ന ഒരു യാത്രക്കാരനാണ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരൂ പെണ്ണേ. അപ്പോൾ ഉമ്മ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഓ ഈ തീലാബാം, അങ്ങനത്തെ യാത്രക്കാരനാണെങ്കിൽ നീ എന്റെ വാതിലിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വാ. ഉമ്മ എന്റെ മകനാ പുറത്തുനിന്ന് വിളിക്കുന്നത്, നീ ഉമ്മ അറിയില്ല. ഉമ്മ പറയുന്നു, യാത്രക്കാരാ, നീ എന്റെ വീട്ടിന്റെ വാതിലിന്റെ അടുത്തേക്ക് വാ. അപ്പോൾ ഇയാൾ വിളിച്ചു പറയുന്നു, എനിക്ക് കാലില്ല ഉമ്മ, വീട്ടിനടുക്കലേക്ക് വരാൻ കാലില്ല. അതുകൊണ്ട് അപ്പൊ ഉമ്മ പറയുന്നു, എന്നാ ഇലയ്യ, നിന്റെ 2 യദൈക ഇലയ്യ, നിന്റെ കയ്യൊന്നിങ്ങ് നീട്ടൂ, ഞാൻ ഭക്ഷണം തരാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, മാലി മിൻ യദൈനി, എനിക്ക് 2 കയ്യുമില്ല ഉമ്മ. അപ്പൊ ഉമ്മ പറയുന്നു, ഇന്ന തഅംതുക തഹ്സുലു ബൈനി വബൈനക ഹുർമ, പിന്നെ ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ വന്നാൽ ഞാൻ നിന്നെ കണ്ടുപോകൂലേ, അതുകൊണ്ടല്ലേ സമീപത്ത് നിന്ന് കൈനീട്ടാൻ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ലാ തഖാഫി മാലി മിൻ ഐനൈനി, ഉമ്മ ഭയപ്പെടണ്ട, എനിക്ക് 2 കണ്ണുമില്ല, കാണുന്നത് പേടിക്കണ്ട, എനിക്ക് കണ്ണില്ല. ഉമ്മ അറിയുന്നില്ല ഇതെന്റെ മകനാണെന്നറിയുന്നില്ല.
ഈ ഉമ്മ ഒരു പത്തിരിയും എടുത്തിട്ട് ഗേറ്റിനടുക്കലേക്ക് പുറത്തേക്ക് വരുന്നു. ഒരൽപ്പം തണുത്ത വെള്ളവുമുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവുമായി അടുത്തിങ്ങി വരുമ്പോ ഈ മകൻ ഉമ്മയുടെ കാൽക്കലേക്കൊന്നിഴഞ്ഞങ്ങ് നീങ്ങിയിട്ട് അതാ ഉമ്മയുടെ കാൽക്കൽ ഈ മകന്റെ മുഖം വെച്ച് കാല് പിടിച്ച് ചുംബിക്കുന്നു. ചുംബിച്ചുകൊണ്ട് പറയുന്നു, അനബിലുക്കല്ലാസീ, തെറ്റ് ചെയ്തു പോയ മകനാണ് ഉമ്മ, തെറ്റ് ചെയ്തു പോയ മകനാണ് ഉമ്മ. ഉമ്മാക്ക് മനസ്സിലായി ഇതെന്റെ മകനാണെന്ന് മനസ്സിലായി. ഉമ്മ കരയുന്നു. കരഞ്ഞുകൊണ്ടൊരൊറ്റ ദുആയാണ്, യാ റബ്ബി ഇദാ കാനത്തിൽ ഹാലു കദാലിക ഫഖ്ബിൽ റൂഹി വറൂഹു ഹത്താ ലാ യറന്നാസു സവാദ വജ്ഹനാ. അല്ലാഹുവേ, എന്റെ മകന് കിട്ടിയത് ഇങ്ങനത്തെ ശിക്ഷയാണെങ്കിൽ അവന്റെയും എന്റെയും കറുത്ത മുഖം മറ്റുള്ളവര് കാണാൻ ഞങ്ങളെ നീ അവശേഷിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞങ്ങ് തീരുമ്പോഴേക്ക് ഉമ്മയും മകനും മരണപ്പെട്ടു പോകുന്നു. ഓ മക്കളെ, ബാപ്പയുടെ സമ്മതമില്ലാതെ, ഉമ്മയുടെ സമ്മതമില്ലാതെ നിങ്ങളോട് പറയട്ടെ, യാത്ര ചെയ്യാൻ മക്കൾക്ക് പാടില്ല കേട്ടോ. അത് തവാഫിന് വേണ്ടിയാണെങ്കിലും പാടില്ല. ബാപ്പയും ഉമ്മയും വല്ലാത്ത സ്ഥാനം തന്നെ. ഖുർആനിൽ 3 കാര്യങ്ങളല്ലേ അല്ലാഹു തആല ഘടിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറഞ്ഞത് എന്താണ്? അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കൂ. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാതെ അല്ലാഹുവിനെ അനുസരിക്കാൻ സാധ്യമല്ല. ഇതുപോലെ അഖീമുസ് സ്വലാത്ത വ ആതുസ് സകാത്ത്, നിസ്കാരം മുറക്ക് നിർവഹിക്കൂ, സകാത്ത് കൊടുത്തു വിട്ടു. സകാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രം നടത്തിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല മോനെ. മൂന്നാമത്തതാണ് അനിസ്കുർലി വലിവാലിദൈക. പടച്ചവനായ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യൂ, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യൂ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ കാര്യം ചെയ്യാൻ പാടുണ്ടോ? ബാപ്പയുടെയും ഉമ്മയുടെയും അനുമതി വേണം. പക്ഷേ അല്ലാഹുവിന്റെ ദീനിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതില്ലെന്ന് ബാപ്പ പറഞ്ഞാലോ, നീ നിസ്കരിക്കണ്ടെന്ന് ബാപ്പ പറഞ്ഞാലോ, അല്ല നീ നോമ്പെടുക്കണ്ടെന്ന് ഉമ്മ പറഞ്ഞാലോ, അല്ലെങ്കിൽ മക്കളെ നീ നിന്റെ വിശ്വാസം പിഴക്കണം എന്ന് ബാപ്പയോ ഉമ്മയോ പറഞ്ഞാലോ, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ധിക്കാരം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് വഴിപ്പെടാൻ പാടില്ല. പടച്ചവൻ വിരോധിച്ച കാര്യം ബാപ്പ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല, ഉമ്മ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നാം ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ നേരായ വഴിയിലുള്ള ജീവിതം സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ബാപ്പയോടും ഉമ്മയോടുമുള്ള കാര്യം പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ശരിയായ മാർഗത്തിൽ ജീവിക്കുമ്പോൾ അനിവാര്യം തന്നെ. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പറയൂ, ഓ അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണേ. അവര് രണ്ടുപേരും എന്നെ കുട്ടിക്കാലത്ത് വളർത്തിയതാണല്ലോ. ഓ സഹോദരന്മാരെ, ഇതെന്താണ് അറിയിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ നിനക്ക് ബാപ്പാക്ക് ഖിദ്മത്ത് എടുക്കാൻ കഴിയൂ, ബാപ്പാനെ ബഹുമാനിച്ച് നിനക്ക് നന്ദി ചെയ്യാൻ കഴിയൂ എന്ന ധാരണ പറ്റില്ല. മരിച്ചു പോയാലും നീ എപ്പോഴും നീ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകണം, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകണം. മക്കളെ, ബാപ്പക്കും ഉമ്മക്കും മക്കൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവനവൻ ചെയ്തതേ അവനവന് കിട്ടൂ. അതുകൊണ്ട് ബാപ്പന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ദുആ നടത്തേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ നിങ്ങൾ ആണ്ട് കഴിക്കേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതേണ്ടതില്ല, ദിക്ർ ചൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നേരെയുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഓർമ്മിക്കണേ മുസ്ലിമീങ്ങളെ. നേരെയുള്ള വഴി ഇതാണെന്ന് പറഞ്ഞതിന് ശേഷം
വേറെ അപ്പുറവും ഇപ്പുറവും ചില വര വരച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞില്ലേ ഇതും വഴികളാണ്, ആ ഓരോ വഴിയിലും ഓരോ ശൈത്താനുണ്ട് കേട്ടോ, നിങ്ങളെ വഴിതെറ്റിക്കാൻ ശൈത്താനുണ്ട് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ കൊടുക്കുന്ന സദഖ, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ധർമ്മം, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ ഓതുന്ന ഖുർആനോത്ത്, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ദുആ, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ദിക്ർ, അത് നിർത്തിയിട്ട് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരെ, മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത നിയമത്തിനെതിരെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരെ നിങ്ങൾ വഴിപിഴച്ചു പോകരുത് കേട്ടോ. ആഖിറത്തിൽ നിന്ന് കൈകടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഖുർആൻ പറയുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ കാരുണ്യത്തിന് പ്രാർത്ഥിക്കുകയും. വെറും പ്രാർത്ഥന മാത്രമാണോ? ഉമ്മന്റെ പേരിൽ സഹാബത്ത് ധർമ്മം ചെയ്തത് സഹീഹുൽ ബുഖാരിയിലില്ലേ? അതുപോലെ ഉമ്മന്റെ പേരിൽ കിണർ ഒഴിച്ചു കൊടുത്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ബാപ്പന്റെ പേരിൽ സദഖ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മരിച്ച വീട്ടിൽ മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്നത് തർക്കമില്ലാത്ത സുന്നത്താണെന്ന് സഹാബത്തിന്റെ പ്രവർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയില്ലേ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹബീൽ ഫതാവ എന്ന കിതാബില് സഹാബത്തിന്റെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ 900ഓളം കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്നു വരുന്ന സുന്നത്താണ് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയില്ലേ? മരിച്ച വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊടുക്കുമ്പോ അത് പാടില്ല എന്ന് വാദിക്കുന്നവര് സഹാബത്തിന്റെ വിരോധികളല്ലേ, ഇമാമിങ്ങളെ തള്ളിയവരല്ലേ, കിതാബുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരല്ലേ? അതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. ഈ വരുന്ന 1-ാം തീയതി പെരിങ്ങത്തൂരിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചവരുടെ പ്രസംഗം സിഡിയിൽ കാണിച്ച് അതേ സ്ക്രീനിൽ വെച്ച് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വിശദമായി നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ കുറ്റ്യാടിയിലെ പ്രസംഗത്തിലും കേൾക്കാം. ഞാനിവിടെ ഒരു സൂചന മാത്രം വിഷയം വന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, മാതാപിതാക്കളോടുള്ള കടമ മരിച്ചാലും തീരുന്നതല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്ന മറ്റു ചില ഉപദേശം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനൂ സാലിഹീന ഫഇന്നഹു കാന ലിൽഅവ്വാബീന ഗഫൂറാ. നിങ്ങളുടെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നവരാണ് അല്ലാഹു തആല. നിങ്ങൾ നല്ലവരാണെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, ബാപ്പനെയും ഉമ്മനെയും മാത്രം നോക്കിയാൽ മതിയോ? പോരാ. വആതിദൽ ഖുർബാ ഹഖ്ഖഹ്, കുടുംബങ്ങൾക്ക് കുടുംബത്തിന്റെ അവകാശം കൊടുത്തോളണം. കുടുംബത്തിന്റെ അവകാശമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം. നീ വലിയ പണക്കാരനായിട്ട് വലിയ സ്വത്തുക്കാരനായിട്ട് ധാരാളം സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ നിന്റെ പെങ്ങളില്ലേ, നിന്റെ പെങ്ങളെ മക്കളില്ലേ, നിന്റെ ജേഷ്ഠാനുജന്മാരില്ലേ, നിന്റെ ബാപ്പന്റെ ജേഷ്ഠാനുജന്മാരില്ലേ, നിന്റെ ഉമ്മന്റെ ജേഷ്ഠാനുജത്തിമാരില്ലേ, അത്തരത്തിലുള്ള നിന്റെ കുടുംബങ്ങൾ പാവപ്പെട്ടവരില്ലേ, അവരെ വീട്ടിലതാ പെൺകുട്ടികൾ അടുക്കള നിറഞ്ഞു കിടക്കുന്നു, സാമ്പത്തിക ശേഷിയില്ല, അവർക്കൊരു വീടുണ്ടാക്കാനുള്ള കഴിവില്ല, അറയുണ്ടാക്കാനുള്ള കഴിവില്ല. അതിന്റെ പേരിൽ അവർ പ്രയാസപ്പെടുമ്പോ നീ വലിയ പണക്കാരനായിട്ട് മാളിക പണിതാ മതിയോ? നീ വലിയ വാഹനത്തിൽ യാത്ര ചെയ്താ മതിയോ? മോനെ, നീ കുടുംബത്തിന്റെ അവകാശം കൊടുത്തോളണം. അതാണ് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ വൽ മിസ്കീന, സാധുക്കൾക്ക് അവർ അവകാശം കൊടുത്തോളണം. സാധുക്കൾ അവഗണിക്കാൻ പാടില്ല, അവരെ നീ അവഗണിക്കാൻ പാടില്ല. വബ്ന സബീൽ,
വഴിയാത്രക്കാരിലേ, കഴിവില്ലാതെ കുടുങ്ങുന്നവർ, അവർക്കുള്ള അവകാശം അവർക്കും വകവെച്ചു കൊടുത്തോളണം. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു, ചെലവഴിക്കുന്ന സ്ഥലത്തൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വലാ തുബദ്ദിർ തബ്ദീറാ, നീ അനാവശ്യം ചെലവഴിക്കരുത്, നീ ദൂർത്തടിക്കരുത്. എത്രയാ മോനെ കല്യാണത്തിന് ദൂർത്തടിക്കുന്നത്, എത്രയാ നീ പെരുന്നാളിന് ദൂർത്തടിക്കുന്നത്, എന്തെല്ലാം കോമാളിക്കളിയാ കളിക്കുന്നത്, എന്തെല്ലാം തുണിത്തരങ്ങളാ വാങ്ങുന്നത്, എന്തെല്ലാം പണങ്ങളാണ് നീ ചെലവഴിക്കുന്നത്. ഒരു സാധുവിന് വേണ്ടി ചോദിക്കുമ്പോൾ നീ കൊടുക്കുന്നില്ലല്ലോ. അനാവശ്യമായി ഓരോ വീട്ടിലും ഓരോ ചെറുപ്പക്കാർക്ക് ചെരുപ്പുകൾ എത്രയാണ്, വസ്ത്രങ്ങൾ എത്രയാണ്, എന്താണ് പണം കൊണ്ട് ചെയ്യേണ്ടതെന്ന് തിരിയാത്ത മട്ടത്തിലല്ലേ പ്രവർത്തനങ്ങളുള്ളത്. ഓ മക്കളെ, വലാ തുബദ്ദിർ തബ്ദീറാ, ചെറുപ്പക്കാരി ചിന്തിച്ചോളണം. മുസ്ലിം സമുദായത്തിലുള്ള പിഞ്ചോമന മക്കൾ ഇറാഖിൽ വെച്ചതാ പട്ടിണി കിടന്ന് മരിക്കുന്നില്ലേ, വലിയ വലിയ മിസൈലുകൾ വന്ന് പതിക്കുന്നില്ലേ, അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കുന്നില്ലേ, ഫലസ്തീനിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നില്ലേ. മുസ്ലിം ചെറുപ്പക്കാരാ, അങ്ങൊക്കെ പോകട്ടെ, ഈ വയനാട് മലയൊന്ന് കയറിയാൽ പോകട്ടെ, ഈ നാദാപുരത്തിൽ തന്നെ ഈ ചുറ്റുഭാഗത്തിൽ ഒന്ന് ഓടി നടന്നാൽ എത്ര വീടില്ലാത്ത പാവപ്പെട്ട തങ്ങന്മാരുണ്ട്, എത്ര പാവപ്പെട്ട സാധുക്കളുണ്ട്, എത്ര സങ്കടങ്ങൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട്. ഓ മുതലാളിമാരേ, പാവപ്പെട്ടൊരു അവകാശം കൊടുക്കണ്ടേ? നിങ്ങളെ സ്വത്തുക്കൾ കൊല്ലത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? പോകട്ടെ, സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ? പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലേ? അഗതികളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ചിലർ യതീം കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്ന ചിലരുണ്ട്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യതീം കുട്ടികളെ നോക്കാൻ ഒരുപാട് ആളുകൾ സമുദായത്തിലുണ്ട്. അതേ സമയത്ത് അഗതികളായ മക്കളുണ്ടല്ലോ, ബാപ്പയുണ്ട്, പക്ഷെ ഒന്നിനും ഗതിയില്ല. അത്തരം മക്കളെ നോക്കാനല്ലേ ആരെയും പലപ്പോഴും കാണാത്തത്. യതീമിന് കൊടുത്താൽ മാത്രം മതിയോ? പരിശുദ്ധ ഖുർആനിൽ യതീമിന് കൊടുക്കണമെന്ന് എവിടെയൊക്കെ പറഞ്ഞോ, അവിടെ എല്ലാം മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? യതീമിനെ പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തും മിസ്കീനെ പറയാതെ അല്ല വിട്ടിട്ടില്ല. അതേ സമയത്ത് മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞ പല സ്ഥലത്തും യതീമിനെ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, മിസ്കീനിനെ അല്ല പറഞ്ഞു, പക്ഷേ യതീമിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യതീമിന് കൊടുക്കേണ്ടതില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ യതീമിനെ നോക്കാൻ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. യതീം ഖാനക്കാർക്ക് യതീമായ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ബാപ്പ മരിച്ചിട്ടാൻ ദുആർക്കുന്ന കമ്മിറ്റിക്കാരുമുണ്ട്. ആ രൂപത്തിലല്ലേ യതീം ഖാനകൾ നാട് നിറയെ കിടക്കുന്നത്. അതേ സമയത്ത് ഒരു കഴിവുമില്ലാത്ത പാവപ്പെട്ട ആളുകൾ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ബാപ്പക്ക് ഗുളിക വാങ്ങാൻ കേസില്ല, മരുന്ന് വാങ്ങാൻ കേസില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കേസില്ല, മക്കൾക്ക് പെരുന്നാളിന് വെള്ളം വസ്ത്രം കൊടുക്കാൻ കേസില്ല, അതേ പഠിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ ആളില്ല. ബാപ്പ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് യതീം എന്ന അഡ്രസ്സിൽ ഒരാളും കൊടുക്കുന്നുമില്ല. ഇങ്ങനെ വിഷമിക്കുന്ന എത്ര അഗതികളുണ്ട് മുതലാളിമാരെ. അത്തരം അഗതികളെ കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യതയില്ലേ? അതാണ് ഖുർആൻ പ്രത്യേകം പറഞ്ഞത്, വൽ മിസ്കീന, സാധുക്കൾ അവകാശം കൊടുക്കണം. ഓ മോനെ, വലാ തുബദ്ദിർ തബ്ദീറാ, നീ ഒരു നയാകാശ് ചെലവഴിക്കുമ്പോ, ആവശ്യമില്ലാത്തതിന് ചെലവഴിക്കുമ്പോ, ആവശ്യമുള്ള പട്ടിണി കിടക്കുന്ന മക്കളെ നീ ഓർമ്മിക്കണേ. ഇറാഖിലെ മക്കളെ ഓർമ്മിക്കണേ. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ ചെറിയ പിഞ്ചുമക്കളല്ലേ? ഫലസ്തീനിലെ മക്കൾ നബി തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട മക്കളല്ലേ? അഫ്ഗാനിസ്ഥാനിലെ മക്കൾ നമ്മുടെ മക്കളല്ലേ? അവരിത്രയും പ്രയാസപ്പെടുമ്പോ അള്ള തന്ന പണം കൊണ്ട് ചെറുപ്പക്കാരാ, പെരുന്നാളിനും അതേ കല്യാണത്തിന്റെ തലേ ദിവസവും ഓരോ സമയത്തും നീ എന്താണ് ചെലവഴിക്കേണ്ടതെന്നറിയാതെ, നിന്റെ വീടെങ്ങനെയാണ് സിനിമ തിയേറ്റർ ആക്കേണ്ടതെന്നറിയാതെ, ഹോം തിയേറ്റർ അല്ലേ നിന്റെ ചിന്ത, വീടൊന്ന് തിയേറ്റർ ആക്കേണ്ട തിരക്കല്ലേ നിനക്ക്. ഓ മോനെ, നിനക്കല്ല തന്ന നിഅമത്തിൽ മതിമറന്നു പോകല്ല. ഖുർആൻ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീനി വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ.
ദൂർത്തടിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, പണം അനാവശ്യമായി ചെലവഴിക്കുന്നവരുണ്ടല്ലോ, കാനൂ ഇഖ്വാന ശയാത്വീൻ, അവർ ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ് കേട്ടോ, ശൈത്താന്റെ കൂട്ടാളികളാണ് കേട്ടോ. ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ജലാലൈനിയുടെ തഫ്സീറാണ്. അയ്യലാ ത്വരീഖത്തിഹിം, ശൈത്താന്റെ ത്വരീഖത്തിലാണ് അവരുള്ളത്. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു, വഇമ്മാ തുഇറദന്ന അൻഹും ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹാ, നിന്റെ കുടുംബക്കാര് നിന്നോട് വന്നൊരു സങ്കടം പറയുമ്പോ നിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ പടച്ചവൻ പിന്നെ തരും എന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ഫഖുല്ലഹും ഖൗലം മൈസൂറാ, കുടുംബക്കാരോട് നീ നല്ല വർത്തമാനം പറയുക. എനിക്കൊരു പീടികയിൽ ഒരു കച്ചവടത്തിന്റെ പൈസ കിട്ടാനുണ്ട്, എനിക്കൊരു കുറി വരാനുണ്ട്, എനിക്കൊരു സംഖ്യ വാടക കിട്ടാനുണ്ട്, കിട്ടിയിട്ട് തരാമെന്ന് നീ നല്ല വർത്തമാനം പറയുക. നിന്റെ കൈ കൊടുക്കാതെ നിന്റെ കയ്യതാ നീ നിന്റെ പെരടിയിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടിയവനാകല്ല. ഉള്ളത് മുഴുവനും കൊടുത്തു തീർക്കുന്നവരും ആകല്ല. കൊടുക്കുമ്പോ കുറച്ച് ആലോചിച്ചിട്ട് കൊടുക്കുകയും വേണം. ഭാര്യമാരെയും മക്കളെ പട്ടിണിയാക്കിയിട്ട് കൊടുക്കരുത്, മറിച്ച് കൊടുക്കുമ്പോൾ അവിടെയും മിതത്വവും ഉണ്ടാകണം. നീ ചിന്തിക്കാതെ കൈ മുഴുവനും നിവർത്തി അങ്ങ് കൊടുത്താൽ ആക്ഷേപിക്കപ്പെട്ടവനായി, അതുപോലെ നീ കൊടുക്കാതെ വെച്ചാൽ ആക്ഷേപിക്കപ്പെട്ടവനായി, ഉള്ളത് മുഴുവനും കൊടുത്താൽ മുഴുവനും തീർന്നു പോയവനായി നീ പിന്നീട് ആക്ഷേപത്തിന് അർഹനായി പോകും കേട്ടോ, നീ ഇരുന്ന് പോകും കേട്ടോ. ഖുർആൻ ഓരോ നിർദ്ദേശങ്ങളും നൽകുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, വിശാലമായി കൊടുക്കുന്നവൻ അല്ലാഹുവാ, ഇടുക്കം കൊടുക്കുന്നവനും അല്ലാഹുവാ. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ, അവന്റെ അടിമകളെ കുറിച്ച് വിവരമുള്ളവരും കാണുന്നവരും അല്ലാഹു അല്ലേ. ചിലപ്പോൾ ഒരാൾക്ക് പണം കിട്ടിയില്ല, ഒരുത്തർ തോന്നാണ് എന്റെ ജേട്ടൻ വലിയ പണക്കാരനാണല്ലോ, അല്ലെ എന്റെ അനുജൻ വലിയ പൈസക്കാരനാണല്ലോ, ഞാൻ എങ്ങനെയായി പോയത്. മോനെ, ആർക്കാണ് പണം വേണ്ടതെന്ന് നിനക്കറിയോ? അല്ലാഹുവല്ലേ അറിയുള്ളൂ. നിനക്ക് പണം തന്നാൽ ഒരു പക്ഷേ നീ ആ പണം കൊണ്ട് നരകത്തിലേക്കായിരിക്കും നിന്റെ പോക്ക്, അതുകൊണ്ടായിരിക്കും നിനക്ക് തരാതിരുന്നത്. മറ്റവന് കൊടുത്താൽ ഒരു പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാണോ പഠിച്ചത് എങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നല്ലതിന് ചെലവഴിക്കുന്നവനായിരിക്കും. എന്തുകൊണ്ടല്ലോ തന്നില്ല അത് നമുക്കറിയില്ലല്ലോ. അത് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയും. മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. അല്ലാഹുവിற்கு ഖൈറായ മക്കളെ നൽകുമാറാകട്ടെ. ഇന്ന് എന്റെ അടുക്കൽ 2 വളയും ഒരു വേറെ കുറച്ച് സ്വർണവും കൊണ്ട് കല്ലിക്കണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. 12 കൊല്ലമായി കുട്ടിയില്ലായിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ നേർച്ച ചെയ്തു, കുട്ടി ഉണ്ടായിരുന്നു, കുട്ടീനെ എടുത്തു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടി ഉണ്ടാവുക എന്നതൊരു അനുഗ്രഹമാണ്. പക്ഷേ നമുക്കറിയോ കുട്ടി ഉണ്ടാകലോ ഇല്ലാതിരിക്കലോ ഖൈറ്. അതുകൊണ്ട് ഒരാൾക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ അയാൾ ഓർക്കണം, എനിക്ക് ഖൈറ് പക്ഷേ കുട്ടി ഇല്ലാതിരിക്കുന്നതാകാം. അല്ലാഹുവിനല്ലേ അതറിയൂ. അതുകൊണ്ട് ടെൻഷൻ കൊടുക്കേണ്ടതില്ല, അതിന്റെ പേരിൽ നീ മനസ്സ് മുഷിയേണ്ടതില്ല. ഒരാളും മക്കളില്ലാത്തവരെ പരിഹസിക്കാനും പാടില്ല, അവരെ സ്വീപ്പാക്കാൻ പാടില്ല, തമാശക്കും സ്വീപ്പാക്കാൻ പാടില്ല. തമാശക്കാൻ തന്നെ കുത്തിയാ വേദനയാവൂലേ, തമാശക്കാൻ തന്നെ അടിച്ചാ വേദനയാവൂലേ. അതുപോലെ മക്കളില്ലാത്തവർ ചില ആളുകൾ തമാശക്ക് സ്വീപ്പാക്കും. എടാ ഇനി കുട്ടികളില്ലടാ, നീ കുടുക്ക പൊളിഞ്ഞ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയും ചില ആളുകൾ. അങ്ങനെ പറഞ്ഞാൽ നീ പടച്ചവന്റെ കുറ്റക്കാരനാണ്. അവന്റെ മനസ്സിന്റെ വേദന ചെറുതല്ല, നീ അതറിയുന്നില്ല. ആ വേദന അറിയണേ നിനക്ക് മക്കളില്ലാതിരിക്കണം. നീ എന്തിനാ അവനെ പരിഹസിക്കാൻ പോയി? അല്ലാഹുവിനല്ലേ അറിയൂ ആർക്കാണ് കുട്ടി ഉണ്ടാകുന്നത് ഖൈർ, ആർക്കാണ് അറിയാത്തത്. ഈ കല്ലാറ്റിയിൽ ഉണ്ടായിരുന്നില്ല ഒരു ഹമീദ്, അങ്ങനത്തെ കുട്ടിയാണ് ഇല്ലാതിരിക്കുന്നതല്ലേ ഖൈർ. ഓ സഹോദരന്മാരെ, ഖൈറും ഷർറും ആർക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പടച്ചവനതാ പറയുന്നത്, ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ, അറിയുന്നവൻ അല്ലാഹുവാണ്, കാണുന്നവൻ അല്ലയാണ്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മക്കളെ കൊല്ലുന്ന പരിപാടി ഇപ്പോഴുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊന്നത് പ്രസവിക്കപ്പെട്ട മക്കളെയാണെങ്കിൽ ഇപ്പൊ വയറ്റിൽ വെച്ച് മക്കളെ കൊല്ലുന്ന ഉമ്മമാരില്ലേ, ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരില്ലേ? അല്ലാഹുവിന്റെ മേലെ തവക്കുലാക്കാതെ
പടച്ചവനാണ് കൊടുക്കുന്നവനെന്ന് ചിന്തിക്കാതെ ഗർഭത്തിലുള്ള കുട്ടികളെ കൊന്നുകളയുന്ന എത്ര മനുഷ്യന്മാരാണ്. എടോ, നീ അല്ലാഹുവിലുള്ള വിശ്വാസം കളഞ്ഞു കുളിച്ചോ? നിന്റെ തവക്കുൽ ഇവിടെ പോയി. നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നുകളയല്ല കേട്ടോ, ദാരിദ്ര്യം എന്ന് കൊന്നുകളയല്ല. ഖുർആൻ പ്രത്യേകം പറയുന്നു, നഹ്നു നർസുഖുഹും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്. വഇയ്യാകും, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അല്ലാഹയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, മക്കളെ കൊല്ലുന്നത് വല്ലാത്ത തെറ്റാണ് കേട്ടോ. എന്നിട്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഖുർആൻ നേരെയുള്ള വഴിയിൽ നടക്കാൻ വേണ്ടിയുള്ള ഉപദേശം നൽകുകയാണ്. വലാ തഖ്റബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കല്ലേ. വ്യഭിചരിക്കല്ലേ എന്ന് പറയുന്നതിന് പകരം വ്യഭിചാരം കൊള്ള അടുക്കല്ലേ. എന്തൊരു ഗൗരവമുള്ള വാക്കാണ്. ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിക്കുന്നത് എപ്പോഴാ? ആ പെണ്ണിനെ സ്നേഹിക്കുമ്പോഴല്ലേ. സ്നേഹമുണ്ടാകുന്നത് എപ്പോഴാ? ആ പെണ്ണിനെ കാണുമ്പോഴല്ലേ. പ്രേമം വന്നു ചേരുന്നത് കാഴ്ചയിലൂടെയല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുതെന്ന് ഖുർആൻ ഹദീസും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഭാഷ വലാ തഖ്റബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് വളരെ മ്ലേച്ഛമാണ്, വഷളാണ്, വളരെ ചീത്തയായ മാർഗമാണ്, വളരെ മാലിന്യമാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ ഉമ്മമാരെ? ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ ചെറുപ്പക്കാരികളെ? ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ മുസ്ലിമീങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നേരായ വഴിയിൽ നടക്കാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ നേരായ വഴി ഖുർആൻ പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ പകർത്താനും തയ്യാറാകണ്ടയോ? ഖുർആൻ വീണ്ടും പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഓ മനുഷ്യന്മാരെ, നിങ്ങൾ അവകാശമില്ലാതെ ഒരു ശരീരത്തെയും കൊല്ലല്ല കേട്ടോ. ഒരു മനുഷ്യൻ വേറെ ഒരു നിരപരാധിയെ കൊന്നാൽ ഇസ്ലാമിക കോടതിയും ജഡ്ജിയും ഭരണവുമുള്ള രാജ്യത്ത് ആ ഭരണാധികാരിയുടെ മുമ്പിൽ വിചാരണ നടന്നിട്ട് അദ്ദേഹം കൊന്നു എന്നത് തെളിഞ്ഞാൽ പകരം കൊല്ലാൻ വിധിക്കാറുണ്ടല്ലോ. അതുപോലെ അതേ വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചതിന് ശേഷം അതേ സഹോദരന്മാരെ, വ്യഭിചാരം നടത്തിയവരെ എറിഞ്ഞുകൊല്ലാൻ നിർദ്ദേശമുണ്ടല്ലോ. അതിന് വ്യക്തമായ തെളിവ് കിട്ടണം. പക്ഷെ അങ്ങനെ ഒരു തെളിവ് കിട്ടാനുള്ള വകുപ്പില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു. കാരണം നാലാള് കണ്ടിരിക്കണം. അതെങ്ങനെ കാണണം? സുർമക്കോലും കുപ്പിയും പോലെ കാണണം, ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ കാണണം. അങ്ങനെ ഒരു നാലാള് കണ്ടുകൊണ്ടൊരു വ്യഭിചാരം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാക്ഷി വിസ്താരത്തിലൂടെ എറിഞ്ഞുകൊല്ലാൻ പറ്റുന്ന ഒരു നിയമം ഉണ്ടെങ്കിലും അക്കാര്യം നടപ്പാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു നിയമമാണത്. നാലാളാ രൂപത്തിൽ കാണുകയില്ലല്ലോ. അഥവാ ഒരു മനുഷ്യൻ കണ്ടാലോ, കണ്ടവൻ പറഞ്ഞാൽ അത് ഹറാമാണ്, പറഞ്ഞാൽ അവന് 80 അടിയാണ് ശിക്ഷ. രണ്ടാള് പറഞ്ഞാൽ 2 80 അടിയാണ് ശിക്ഷ. 3 ആള് പറഞ്ഞാൽ 3 80 അടിയാണ് ശിക്ഷ. അങ്ങനെ 8 3 24 240 അടിയാണ് ശിക്ഷ. എന്നാൽ 4 ആള് കണ്ടെങ്കിലേ പറയാൻ പറ്റൂ. ഈ 4 ആള് ഞാൻ പറഞ്ഞതുപോലെ സുർമക്കോലും കുപ്പിയും പോലെ കാണണം. അങ്ങനെ കാണുന്ന നിലക്കാരെങ്കിലും വ്യഭിചരിക്കുമോ? അതുകൊണ്ട് തന്നെ സാക്ഷി വിസ്താരത്തിലൂടെ എറിഞ്ഞുകൊല്ലുക എന്നത് നടപ്പാക്കാനുള്ള ഒരു നിയമം ആയിട്ട് പ്രായോഗിക രംഗത്തെത്തുകയില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വ്യഭിചാരം ചെയ്തു പോയവരെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അത് സാക്ഷി വിസ്താരത്തിലൂടെ തെളിഞ്ഞിട്ടല്ല, സ്വന്തം തന്നെ സമ്മതിച്ചിട്ടാണ്. സ്വന്തം തന്നെ സമ്മതിച്ചാൽ മാത്രമേ എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ ഇസ്ലാമിന് നടപ്പാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതിന്റെയും താല്പര്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വ്യഭിചാര കുറ്റം കണ്ടാൽ തന്നെ പറയരുതെന്ന് പറഞ്ഞത് എന്തിനാണ്? അത്രയും വലിയ തെറ്റായത് കൊണ്ട് തന്നെ. അത് നമ്മുടെ നാവിലൂടെ പറയേണ്ട ഒരു കാര്യമല്ല, അത് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമല്ല. കണ്ടാലും പറയരുത് മക്കളെ.
അത്തെറ്റ് മൂടി വെക്കേണ്ട തെറ്റാണ്. ഒരാൾ ചെയ്തു എന്ന് കേട്ടാൽ നിന്നോട് ആര് പറഞ്ഞു പാടി നടക്കാൻ? മറിച്ച് അവനെ വിളിച്ച് സ്വകാര്യത്തിൽ ഒരു ഉപദേശം നൽകുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു ഭാര്യ വ്യഭിചരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ വന്ന് ഒരു സഹാബി പറയുന്നു, നബിയേ, എന്റെ ഭാര്യയുടെ സ്വഭാവം ആര് വന്ന് വിളിച്ചാലും പോകുന്ന സ്വഭാവമാണ്. തൊടുന്നവരെ കൈ മടക്കൂല. അങ്ങനത്തെ ഒരു പെണ്ണാണ്. അവളെ തലാഖ് ചൊല്ലിക്കള. കാണുന്നവന്റെ ഒക്കെ പിന്നാലെ പോലെ വെച്ച് കൂടിയിട്ടുണ്ട തലാഖ് ചൊല്ലിക്കള. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നു, ഇന്നി ഉഹിബ്ബുഹാ, നബിയെ, ആ ഭാര്യയോട് എനിക്ക് സ്നേഹമാണ് താനും, എനിക്ക് അവളോട് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്നാൽ നീ തലാഖ് ചൊല്ലണ്ട, നിന്റെ ഭാര്യയായി തന്നെ നിർത്തിക്കോ. റഹ്മത്തുല്ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇത് പറഞ്ഞത്? ഇപ്പോൾ അവൾ വ്യഭിചരിക്കുന്നത് വേറെ കുറെ പുരുഷന്മാരെ കൂടെയാണ്. ഇവന് മനസ്സിന്റെ ഉള്ളിൽ താല്പര്യമുള്ളതോടുകൂടെ തലാഖ് ചൊല്ലിയാൽ ഇവനും പിന്നെ വ്യഭിചരിക്കാനാണ് പോവുക. അപ്പൊ അവന്റെ വ്യഭിചാരമെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ അവിടെ തന്നെ നിർത്തിക്കോ എന്നല്ലേ നിർദ്ദേശം നൽകിയത്. എന്തെങ്കിലും വെറുപ്പ് പിടിക്കുമ്പോൾ 3 തലാഖും ചൊല്ലുന്ന ചില ആളുകളില്ലേ? നിനക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ളതാണോ തലാഖ്? വിളിച്ചങ്ങ് പറയാനുള്ളതാണോ തലാഖ്? നീ എന്തേ ഇസ്ലാമിന്റെ അതിർവരമ്പുകളെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഭ്രാന്തന്റെ ജീവിതം ജീവിക്കാമോ സഹോദരന്മാരെ? ഏത് കാര്യത്തിനും അതിർവരമ്പുകളില്ലേ? കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി ഗൗരവമായി ചിന്തിക്കേണ്ടതില്ലേ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ ഒരു ശരീരത്തെയും കൊന്നുപോകരുത്. വമൻ ഖുതില മദ്ലൂബൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താനാ, ഒരാളെ മർദ്ദിതനായി കൊല്ലപ്പെട്ടു പോയെങ്കിൽ ആ കൊല്ലപ്പെട്ടു പോയവന്റെ അവകാശികൾക്ക് ഇവന്റെ മേൽ ഇവന് പകരം കൊല്ലാൻ അവകാശമുണ്ട്. അത് കോടതി മുഖേന അവർക്ക് ചെയ്യാവുന്നതാണ്. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും എങ്ങനെയെങ്കിലും അതിരുവരമ്പ് വിട്ടുകടന്നുകൊണ്ട് കൊല്ലുക എന്നതുണ്ടാകരുത് കേട്ടോ. പണത്തിന് വേണ്ടി പരസ്പരം കൊല്ലിക്കുന്ന മുതലാളിമാരില്ലേ? കച്ചവടത്തിന് വേണ്ടി കൊല്ലിക്കുന്ന മുതലാളിമാരില്ലേ? പണം കിട്ടിയിട്ട് മതിയാകാതെ വലിയ വലിയ കള്ളക്കടത്തുകാരൊക്കെ അവര് പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന ഏർപ്പാടില്ലേ? മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മുതലാളിമാർ, അവനവന്റെ മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്തവർ. ഉമ്മമാരെ, എന്നാ മറ്റൊരാളെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവമാണ് കേട്ടോ സ്വന്തം ശരീരത്തെ കൊല്ലൽ. ആത്മഹത്യ ചെയ്യുക എന്നൊരു ഏർപ്പാടില്ലേ? ഞാനങ്ങ് കിണറ്റി തുള്ളിക്കളിയും എന്ന് പറയുന്ന ചിലരില്ലേ? ഞാൻ എണ്ണ ഒഴിച്ച് തീ കൊടുക്കുമെന്ന് പറയുന്നവരില്ലേ? ഓ ഉമ്മമാരെ, നീ മരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തിട്ട് ഒരു തൗബയുമില്ലാത്ത നിലക്കാണ് നിന്റെ മരണമെങ്കിൽ കോടി കോടി കൊല്ലങ്ങള് നിനക്ക് നരകത്തിൽ വെച്ച് വെന്തുരുകാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഖബറിൽ വെച്ച് നിനക്ക് ധൈര്യമുണ്ടോ? മഹ്ശറയിൽ ധൈര്യമുണ്ടോ? നീ ഏറ്റവും പിഴച്ചവരായി പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരം ആത്മഹത്യ ചെയ്ത് മരിച്ച വ്യക്തിക്ക് മയ്യിത്ത് പോലും നിസ്കരിക്കാതെ മാറി നിന്നില്ലേ? അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന വിഷയം അത് വളരെ ഗൗരവമുള്ളതാണെന്ന് എന്റെ ഉമ്മമാരെ, മുസ്ലിമീങ്ങളെ വളരെ ശ്രദ്ധിക്കണമെന്നിടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. വലാ തഖ്റബൂ മാലൽ യതീം, നിങ്ങൾ അനാഥ മക്കളുടെ സ്വത്ത് കൊള്ള അടുക്കല്ല കേട്ടോ. അനാഥ മക്കളുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പിരിവെടുത്തിട്ട് കൊടുക്കാത്തവരില്ലേ? അനാഥ മക്കളെ സ്വത്ത് കൊണ്ട് പലതും കൈകാര്യം ചെയ്യുന്നവരില്ലേ? നിങ്ങൾ അനാഥ മക്കളുടെ സ്വത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഇല്ലാ ബില്ലതീ ഹിയ അസ്സൽ, നല്ല വിധത്തിൽ അനാഥകൾക്ക് ഗുണകരമാകുന്ന വിധത്തിലല്ലാതെ നിങ്ങൾ അനാഥ മക്കളെ സ്വത്ത് കൈകാര്യം ചെയ്യല്ല കേട്ടോ. ഹത്താ യബ്ലുഗ അശുദ്ധ, അനാഥ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയാൽ നിങ്ങൾ അതവർക്ക് കൊടുക്കുകയും വിട്ടുകയും വേണം. വൗഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, കരാറുകൾ പാലിക്കണം മക്കളെ, ഉടമ്പടികൾ പാലിക്കണം മക്കളെ. ചെറുപ്പക്കാരെ, നീ
പെട്ടെന്ന് അങ്ങനെ ഭീകരവാദത്തിലേക്ക് അങ്ങ് പോയിക്കൂടാ. ഇന്ത്യ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും ഇവിടെ ഒരുപോലെ സ്വതന്ത്രമായി ജീവിക്കുന്നില്ലേ? എല്ലാ കക്ഷികളും തമ്മിൽ ഒരു ഉടമ്പടിയില്ലേ? ആ ഉടമ്പടി എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഏത് മതക്കാരനും അവന്റെ മതം അനുസരിച്ച് ജീവിക്കാം, പരസ്പരം ആക്രമിക്കരുത് എന്നല്ലേ നമ്മൾ തമ്മിലുള്ള കരാറ്. അതിവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവരും തമ്മിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധികളായ മുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും അതുപോലെ ക്രിസ്തു നേതാക്കളും എല്ലാ നേതാക്കളും ഒത്തൊരുമിച്ചല്ലേ ഭരണഘടനയും അതുപോലെ ഇവിടുത്തെ വ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തമ്മിലൊരു കരാറുണ്ടല്ലോ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല, പരസ്പരം അവമതിക്കാൻ പാടില്ല, ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം, ഈ കരാറിൽ ലംഘിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു വർഗീയവാദിയാകാൻ പാടില്ല, നീ ഒരു ഭീകരവാദിയായിട്ട് ബോംബ് നിർമ്മിക്കാൻ പാടില്ല, നീ ഒരു ഭീകരവാദിയായിട്ട് നാട് ചുടാൻ പാടില്ല. നീ ഓർത്തോളം ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കരാർ ലംഘിക്കുന്നത് തെറ്റായത് കൊണ്ട് തന്നെ ഭീകരവാദിയായി രംഗപ്രവേശം ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ് കേട്ടോ. കരാറ് പാലിച്ചോളണം. അവിടെ ചിലപ്പോൾ വിവരമില്ലാത്ത ക്ലാസ് എടുക്കുന്നവർ ചോദിച്ചേക്കും, അങ്ങനെ കരാറ് മറ്റുള്ളവർ പാലിച്ചില്ലെങ്കിലോ? ഓ മനുഷ്യ, പാലിച്ചില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അതിന്റെ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കള്ളും കുടിച്ചിട്ട് വൈകുന്നേരം ഒരു ഹിന്ദു മതക്കാരൻ വന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വെച്ച് കള്ളും കുടിച്ചിട്ട് നമ്മളെ ചീത്ത പറഞ്ഞാൽ പകരം കള്ളും കുടിച്ച് വൈകുന്നേരം തിരിച്ചവരെ ചീത്ത പറയാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ അയൽവാസികളിലോ പെട്ട ഒരു പെണ്ണിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്താൽ അവന്റെ കുടുംബത്തിലുള്ളവനെ തട്ടിക്കൊണ്ടുവന്ന് നമുക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? അവൻ ചെയ്തില്ലേ എന്നതുകൊണ്ട് നമുക്കിത് ഹലാലാകുമോ? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതക്കാരോ മതമില്ലാത്തവരോ അവര് കരാറ് ലംഘിച്ചാൽ അതിന് നിയമപരമായ മാർഗം തേടുകയല്ലാതെ മറിച്ച് നമ്മളും കരാറ് ലംഘിക്കുക എന്നത് പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്, ഓ ജനങ്ങളെ, എല്ലാ കരാറിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. രാഷ്ട്രീയക്കാരുടെ മോഡലായി ഇസ്ലാമിന്റെ നിയമം നമുക്ക് കണ്ടുകൂടാ. ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ലെന്ന് നേതാക്കന്മാര് പരസ്പരം ഒപ്പിടുന്ന സമയത്ത് അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പകരം ചെയ്തോളണം എന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഇസ്ലാം അംഗീകരിക്കുന്നവർക്ക് പാടില്ല കേട്ടോ. വാക്ക് പാലിച്ചോളണം, കരാറ് ലംഘിക്കാതെ പാലിച്ചോളണം, ഇസ്ലാമിന്റെ നിയമമാണത്. ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, ഉടമ്പടികൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ അളവിലും തൂക്കത്തിലും ചുരുക്കം വരുത്തരുത് കേട്ടോ. പെട്രോൾ പമ്പ് നടത്തുന്ന മുതലാളിമാരെ, പെട്രോളും ഡീസലും നിങ്ങൾ കക്കല്ല കേട്ടോ. എത്രയോ പെട്രോൾ പമ്പുകാര് ആദ്യം തന്നെ പമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കക്കാനുള്ള സംവിധാനത്തോടു കൂടിയല്ലേ? പെട്രോൾ പമ്പ് നടത്തുന്ന മുതലാളിമാർക്ക് എന്നോട് ദേഷ്യം വേണ്ട, നിങ്ങൾ കക്കാറില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടില്ല, കക്കുന്ന മുതലാളിമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പല തൊഴിലാളികളും ചോദിച്ചിട്ടുണ്ട്, മുതലാളി പറയുന്ന കട്ടെങ്കിലേ തൊഴിൽ തരുള്ളൂ എന്നാണ്, തൊഴിലെടുക്കാമോ ഉസ്താദേ എന്ന് പല പെട്രോൾ പമ്പിലെയും തൊഴിലാളിമാര് ഈ പാവപ്പെട്ട എന്നോട് മസല ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാ ഞാൻ ഈ വിവരം അറിയുന്നത്. പെട്രോൾ പമ്പ് പലതും കളവ് നടത്തുന്നുണ്ട്, പെട്രോളും ഡീസലും എന്നത്. മുതലാളിമാരെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തല്ല. തേങ്ങ തൂക്കുന്ന സമയത്തും എന്ത് തൂക്കുന്ന സമയത്തും അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ നേരെയുള്ള തൂക്കം തന്നെ, ശരിയായ തൂക്കുന്നത് കൊണ്ട് തൂക്കിയേക്കണം. അതെല്ലാം തൂക്കണം മനുഷ്യ. ആത്മീയ രംഗവും അതുപോലെ തൂക്കണം. ഈ തൂക്കൽ ഇത് പറഞ്ഞ വെറും ഇത് മാത്രമല്ല, ഇമാം ഗസാലി തങ്ങൾക്കൊരു കിതാബുണ്ട്, അതിന്റെ പേര് തന്നെ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്നാണ്. അതിൽ മഹാനവറുകൾ പറയുന്നത്, സത്യവും അസത്യവും നീ ശരിക്ക് ഗ്രഹിക്കാൻ നീ പണ്ഡിതന്മാരിൽ നിന്ന് കാര്യം ഗ്രഹിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. അല്ലാതെ നീ ഒരിക്കലും തന്നെ ചിന്തിക്കാത്ത മനുഷ്യനായി പോകരുത്. പക്ഷേ എന്റെ ചിന്തയുടെ പവർ കൊണ്ട് ഹിദായത്ത് എനിക്കിങ്ങ് വാങ്ങാമെന്നൊരു അഹങ്കാരത്തിന്റെ ചിന്ത വേണ്ട
എന്നാണ് നേരത്തെ ഞാൻ വിവരിച്ചിട്ടുള്ളത്. അല്ലാഹ് തൗഫീഖ് തന്നെങ്കിലേ നീതിയിലേക്ക് എത്താൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ. അതാണ് മോനെ നിനക്ക് എപ്പോഴും നല്ലത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. വിവരമില്ലാതെ നീ ഒരു കാര്യവും പറഞ്ഞേക്കരുത്. അറിവില്ലാതെ ഒന്നും പറയാൻ പോകരുത്. അറിയില്ല എന്ന് പറയണം. അല്ലാഹു ജല്ല ജലാലുഹു പഠിച്ചു പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജ അദ്ദേഹത്തിന് ഒരു ഡോക്ടറും ക്രിസ്ത്യാനിയായ ഡോക്ടർ. പഠിച്ചിട്ടേ പറയാവൂന്ന് ഞാൻ പറഞ്ഞില്ലേ? പഠിച്ചിട്ട് പറയുകയും വേണം. പഠിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന്, നേരെയുള്ള വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ പലരും ഇവിടെ തെളിവുകൾ പറയുന്നവരുണ്ടാവും. അവരുടെ തെളിവല്ല എന്നത് പഠിച്ചു പറയൽ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജ അദ്ദേഹത്തിന് നസ്രാനിയായ ഒരു ഡോക്ടർ മൂപ്പരെ ചികിത്സിക്കും. അപ്പോ നല്ല ചൊങ്കനാണ് ഈ ഡോക്ടർ. അദ്ദേഹത്തിന് നല്ല അതവുള്ള മനുഷ്യനാണ് ഈ ഡോക്ടർ. ആള് ക്രിസ്ത്യാനിയാണ്. അപ്പൊ എന്ത് ചെയ്തു? രാജാവിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നും, പഠിച്ചവനെ ഈ ഡോക്ടർ ഒന്ന് മുസ്ലിം ആക്കി തിരക്കേടിലായിരുന്നു, ഇങ്ങനെ തോന്നും. അങ്ങനെ ഒരു ദിവസം ഹാറൂൺ റഷീദ് രാജാവ് പറഞ്ഞു, എടോ നിനക്കൊന്ന് മുസ്ലിം ആയിക്കൂടെ, ഹിദായത്തിലേക്ക് വന്നുകൂടെ? അപ്പോ ഇയാള് ഉടനെ തന്നെ പറഞ്ഞു, അതെന്തിനാ ഞാൻ ഹിദായത്തിലേക്ക് വരുന്നു? നിങ്ങളെ ഖുർആനിൽ എനിക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ലേ നിങ്ങൾ? മഞ്ചേരിയിലെ ഒരു മൗലവി, അലവി മൗലവി അയാളെ പേര്. അയാളെ പണി എന്താ? ക്രിസ്തുമതമാണ് ശരി എന്നതിന് ഖുർആനിൽ ആയത്ത് ഓതലാണ് പണി. ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഈ ക്രിസ്ത്യാനിയും പറയും, നിങ്ങൾ ഖുർആനിൽ എന്റെ ക്രിസ്തുമതത്തിന് വിരോധമില്ല എന്നതിന് തെളിവുണ്ട്. എന്താണ് അവരുടെ വാദം? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ വിശ്വസിക്കുന്നു നബിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നബിയാണ് എന്നല്ല, പടച്ചവന്റെ ഒരു ഭാഗമാണ്, പടച്ചവന്റെ ഒരു കഷ്ണം, ഒരു അവതാരം ആണ് എന്ന് അവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസമാണ് പല കള്ളത്തരീക്കത്തുകാർക്കും അവരുടെ ശൈഖന്മാരെ പറ്റിയും ഉള്ളത്. ഞാൻ മുമ്പ് ഇവിടെ കള്ളത്തരീക്കത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇല്ലേ, കൂത്തുപറമ്പിലിന്റെ അടുത്ത് വേങ്ങാട്ടിലെ ഒരു കാക്ക, അതുപോലെ ആലുവായിലെ വേറൊരു കാക്ക, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയാതെ അഖീദ പിഴച്ചു പോയവർ. അല്ലാഹുവിന്റെ ശർറിൽ നിന്ന് മുസ്ലിമീങ്ങളെ കാക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് വിശദമായി ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഈ ക്രിസ്ത്യാനിയായ ഡോക്ടർ പറയുന്നു, നിങ്ങൾക്കെതിരെ എന്റെ ക്രിസ്തുമതം ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന് പറയാം യേശു ക്രിസ്തു ദൈവത്തിന്റെ അംശമാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. ഉടനെ തന്നെ ഹാറൂൺ റഷീദ് ചോദിച്ചു, എന്താ എന്റെ തെളിവ്? ഇയാൾ ഓതി, വകലിമത്തുൻ അൽഖാഹാ ഇലാ മറിയമ വറൂഹം മിൻഹു. റൂഹം മിൻഹു എന്നല്ലേ പറഞ്ഞത്? അല്ലാഹുവിങ്കൽ നിന്നുള്ള റൂഹ് എന്നല്ലേ പറഞ്ഞു? ഇപ്പൊ പടച്ചവന്റെ ഒരു കഷ്ണാണ് എന്നല്ലേ അത് അറിയിക്കുന്നത് എന്നാണ് ഈ ക്രിസ്ത്യാനി ഖുർആനിൽ ഓതിക്കൽപ്പിക്കുന്നത്. ഹാറൂൺ റഷീദ് രാജാവാണ്, വലിയാരല്ലോ. ഭരണമുള്ളത് കൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ആള് സയ്യിദാണ്, വലിയ ആളാണ്, പക്ഷേ വിവരമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ആലിമീങ്ങളുടെയും സമ്മേളനം വിളിച്ചു ചോദിച്ചു, ഇതിന് മറുപടി പറയാൻ നിങ്ങളുടെ കൂട്ടത്തിലാരുണ്ട്? സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർക്ക് പലർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അതേ ഖുറാസാനിൽ നിന്ന് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അതാ ഒരു കൂട്ടം ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കേൾക്കുന്നു. അതേ, ആ പുറപ്പെട്ട കൂട്ടത്തിൽ ഒരു നല്ല പണ്ഡിതനുണ്ടെന്ന് കേട്ടു. ആർക്കും മറുപടി പറയുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഹാറൂൺ റഷീദ് രാജാവ് അദ്ദേഹത്തെ വിളിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു വാഖിദ് എന്നാണ്. മർവക്കാരനാണ്, ഖുർആനിൽ വല്ലാത്ത വിവരമുള്ള ഇമാമാണ്. ഹാറൂൺ റഷീദ് രാജാവ് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചതിന് ശേഷം സഹോദരന്മാരെ, അദ്ദേഹത്തെയും ഈ ചെറുപ്പക്കാരനായ ഡോക്ടറെയും സമീപത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഹാറൂൺ റഷീദ് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നിന്റെ സംശയം നീ ഈ പണ്ഡിതന്റെ മുന്നിൽ ഒന്ന് പറയൂ. പണ്ഡിതന്റെ മുമ്പിൽ ഇയാളങ്ങ് ഓതിക്കൊടുത്തപ്പോ
ഈ പണ്ഡിതൻ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധ. ഉടനെ തന്നെ ആ പണ്ഡിതൻ ഉരുട്ടും വരട്ടൊന്നും പറയാൻ പോയില്ല. ഉടനെ തന്നെ പറഞ്ഞ വാക്കെന്താണ്? ഖദ് അലിമല്ലാഹു യാ അമീറൽ മുഅ്മിനീൻ ഫീ സാബിഖ ഇൽമിഹി അന്ന ഹാദൽ ഖബീസ യസ്അലുനി ഫീ മജ്ലിസിക ഹാദാ. ഈ വിവരമില്ലാത്ത, ഈ മോശക്കാരനായ, ഈ സംശയം ചോദിക്കുന്ന മനുഷ്യൻ സംശയം നിങ്ങളെ മുന്നിൽ വെച്ച് എന്നോട് ചോദിക്കുമെന്ന് അള്ളാഹുവിന് അറിയാം. രാജാവേ, പടച്ചവൻ ഖിയാമത്ത് നാൾ വരെ അവന്റെ ദീന് സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല എന്നോട് ഈ ചോദ്യം നിങ്ങളെ മുന്നിൽ വെച്ച് ഇവൻ ചോദിക്കുമെന്നത് അള്ളാഹുവിന് അറിയാം. ഇതിന്റെ മറുപടി ഖുർആനിൽ ഇല്ലാതിരിക്കുകയില്ല. ഖുർആനിൽ ഇതിന്റെ മറുപടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. നമ്മളാണെങ്കിലോ ഇവനാ എന്നെ പ്രസംഗിക്കാൻ വന്നതെന്ന് ചോദിക്കൂലേ? ആ മഹാന്റെ മറുപടി എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, വലില്ലാഹി അലയ്യ അല്ലാ അത്അമ വലാ അസ്റബ ഹത്താ ഉദ്ദിയ അല്ലദീ യജ്ബു മിനൽ ഹഖ് ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ഇവന്റെ ഈ ചോദ്യത്തിന് ഖുർആനിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, ഞാൻ വെള്ളം കുടിക്കില്ല. ഞാനത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇനി അടങ്ങിയിരിക്കുകയുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ ഒരു റൂമിലങ്ങ് കയറി. ആ റൂമിൽ കയറിയിട്ട് വാതിലങ്ങടച്ചു. വാതിലടച്ചിട്ട് അദ്ദേഹം ഇരുട്ടിലങ്ങിരുന്നു. ഖുർആൻ ആദ്യം മുതൽക്ക് ഇങ്ങനെ ഓതി. ഖുർആൻ ഇങ്ങനെ ഓതി ഓതി ഇങ്ങനെ വരുമ്പോ സൂറത്തുൽ ജാസിയയെത്തി. സൂറത്തുൽ ജാസിയയിലതാ കാണുന്നു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു. ഈ ആയത്തങ്ങ് കണ്ടപ്പോൾ ഈ പണ്ഡിതൻ വാതിൽ തുറക്കുന്നു, ഉറക്കെ ശബ്ദിച്ചുകൊണ്ട്, ഇഫ്തഹുൽ ബാബ്, ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്കൂ, തുറക്കൂ, എനിക്ക് മറുപടി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ പണ്ഡിതൻ ആവേശത്തോടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം ആ കുട്ടിയെ വിളിക്കുകയാണ്. ചോദ്യം ചോദിച്ച ഡോക്ടറെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് രാജാവിന്റെ മുന്നിൽ വെച്ച് ഈ ആയത്തങ്ങ് കൊടുക്കുകയാണ്. ആ ആയത്തിൽ എന്താ പറയുന്നത്? ആകാശങ്ങളിലുള്ളത് മുഴുവൻ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് അല്ലാഹു പാകപ്പെടുത്തി തന്നു. ജമീഅൻ മിൻഹു, ആകാശത്തിലുള്ളത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നാണ്, ഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കഷ്ണമാണ് എന്നാണോ? അള്ളാന്റെ അംശമാണ് എന്നാണോ? ആകാശത്തിൽ എന്തെല്ലാമുണ്ട്, ഭൂമിയിൽ എന്തെല്ലാമുണ്ട്? ഭൂമിയിൽ ചാണകം ഇല്ലേ? ഭൂമിയിൽ കാഷ്ടമില്ലേ? ഭൂമിയിൽ ഭക്ഷണമില്ലേ? ഭൂമിയിൽ മനുഷ്യനില്ലേ? ഭൂമിയിൽ എത്രയോ സൃഷ്ടികളില്ലേ? ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ അംശമാണെന്നാണോ? അള്ളാന്റെ കഷ്ണമാണെന്നാണോ? അള്ളാന്റെ മകനാണെന്നാണോ? അല്ലല്ലോ, അള്ള പടച്ചതാണെന്നല്ലേ. ഇതുപോലെ റൂഹിൻ മിൻഹു, ഈസാ നബി അള്ളാഹുവിങ്കൽ നിന്നുള്ള റൂഹാണെന്ന് പറഞ്ഞാൽ അള്ള പടച്ച റൂഹാണ് എന്നാണ് അർത്ഥം. ഈ ആയത്ത് അതിനെ തെളിവല്ലേ? ആ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. അപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനായ ഡോക്ടർ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി പോയി. മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ, അള്ളാഹുവിന്റെ ദീൻ അല്ലാഹു നിലനിർത്തുന്നത് അതിന് ചില കാരണക്കാരെ അല്ലാഹു വെച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാരാണ് അമ്പിയാക്കൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഏത് ചോദ്യം ചോദിച്ചാലും അതിനെല്ലാം മറുപടി പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരെ, അതിനെല്ലാം ഖുർആനിലും തെളിവ് പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ലോകത്ത് കൊണ്ടുവരാതിരിക്കില്ല. ഖുർആനിൽ മറുപടി ഇല്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ അറിവിൽ അത് പെട്ടുകൊള്ളണമെന്നില്ല, ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓർമ്മയില്ലാത്തത് പഠിച്ചിട്ടല്ലാതെ പറയാനും പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സിറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് ഇനിയും കുറേ പറയാനുണ്ട്. എല്ലാം പറയാൻ കഴിയില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി ഭാഗം നാളെ ഞാൻ സംസാരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം.